ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ണിക്കൊരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ പാർലറിലേക്ക് കയറി. കുഞ്ഞുണ്ണി മാത്രമേ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ അവന് മാത്രം ഫുഡ് കൊടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ കറിയൊന്നുമില്ലാതെ ചപ്പാത്തി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കൊടുത്തത്. ഏക്കാനും അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കസ്റ്റമർ എത്തി. ഇവരാണ് ഇന്ന് രാവിലെ ഒരുങ്ങാനായിട്ട് വന്നിരിക്കുന്നത്. അവർക്കൊരു കല്യാണത്തിന് പോകാനായിട്ടാണ് അവർ ഒരുങ്ങാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്ന രീതിയിൽ ഒരുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാം മിതമായിട്ടൊക്കെയാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തത്. നമ്മുടെ നേരത്തെ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് തലയോരപ്പുറമ്പിൽ നിന്ന് തിരക്കി വന്നതാണ് ഇവർ നമ്മളെ. മുഖത്ത് ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ടെങ്കിലും ചുണ്ടിന് ഇച്ചിരി ഡാർക്ക് കളറാണ് അവരാവശ്യപ്പെട്ടത്. അപ്പോൾ ചുണ്ട് മാത്രം ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നേരത്തെ കണ്ട മോളുടെ അമ്മ ജസ്നയാണ്. ജസ്നയുടെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പോകാനായിട്ടാണ് ഇവരിവിടെ റെഡിയാകാൻ വന്നിരിക്കുന്നത്. ജസ്നയ്ക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ ജസ്ന കൂടുതലായിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് മുല്ലപ്പൂവാണ്. കാര്യം തട്ടമിടുമെങ്കിലും മുല്ലപ്പൂ വയ്ക്കാൻ ജസ്നയ്ക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് മുല്ലപ്പൂ ധാരാളമായിട്ട് വെച്ചോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ജസ്നയുടെ ഹെയർ സ്റ്റൈല്. അങ്ങനെ ജസ്നയുടെ വർക്കൊക്കെ കഴിഞ്ഞ് അവർ പോയി. അപ്പോഴേക്കും അടുത്ത ആളുകൾ മുടി വെട്ടാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മോക്ക് മുടി വെട്ടി ഹെയർ കളർ ചെയ്യണം, അതിനാണ് അവർ വന്നിരിക്കുന്നത്. നമ്മൾ ഫെദർ കട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഫ്ലെയിം റെഡ് കളറിലെ ഹെയർ കളറും കൊടുത്തു. ഹെയർ കട്ടൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനിയും നമുക്ക് ഈ മുടി ഒന്ന് കളർ ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മളിവിടെ ഒരു ഫ്ലെയിം റെഡ് കളറാണ് മോക്ക് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു ഒറ്റ സെക്ഷൻ മാത്രമാണ് ഇപ്പോൾ കളർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മോള് സ്ഥിരമായിട്ട് വകച്ചിലെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഫുൾ കളർ ചെയ്യുന്ന പോർഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്ക് ലൈൻസ് പോലെ ഹെയർ കളർ കിട്ടും. അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടുതലായിട്ട് ഹെയർ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. നമ്മുടെ ഇഷ്ടത്തിന് ഹെയർ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണോ കളർ വേണ്ടത് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കളർ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം.
ഇതാണ് ഈ മോളുടെ ഫൈനൽ ലുക്ക്. ഇത് ഒരു സൈഡിൽ കൂടുതലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. നമുക്ക് 5-ാം തീയതി ഒരു കല്യാണ വർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഷാമ്പും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് കഴുകി ചെടയൊക്കെ കളഞ്ഞ് ഹെയർ സിറം ഒക്കെ ഉപയോഗിച്ച് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അടുത്ത വർക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 2 എക്സ്റ്റൻഷനും നമ്മളിവിടെ കഴുകി കണ്ടീഷണർ പരട്ടി വെക്കുകയാണ്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ വാഷ് ചെയ്തെടുത്ത ഹെയർ ഉണക്കി ചെടയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ഇവിടെ. ഇന്ന് പൊതുവെ പാർലറിൽ തിരക്ക് കുറവായിരുന്നു. ചെറിയ ചെറിയ വർക്കുകൾ, ഈ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇതുപോലെ അടുത്ത വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഒന്ന് ഫോൺ ചെയ്തു. അവരുടെ വീട്ടിൽ ധാരാളം കിളികളും ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ ഉണ്ട്, ആമയുണ്ട്. അപ്പോൾ നമുക്ക് കാണണമെന്ന് തോന്നിയ വീഡിയോ കോൾ വിളിച്ചാൽ ആൾ ഇവരെയൊക്കെ കാണിച്ചു തരും. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ അവളെ വീഡിയോ കോൾ വിളിച്ചു. ഇനി ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം കാണിച്ചു തരാം. കണ്ട് കിളിയെ കാണുന്നു. അടിപൊളി. അയ്യോ ഉമ്മ കിളി ഉമ്മ വയ്ക്കണാണ്. എൻ്റെ മക്കൾക്കൊക്കെ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ജീവനാണ്. അപ്പോൾ അവരെ കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.